നമസ്കാരം. 2006 ജൂലൈ 11 മുംബൈയുടെ തിരക്കേറിയ ഉപനഗര റെയിൽവേ ശൃംഖലയിൽ സന്ധ്യാസമയത്തെ തിരക്കിനിടയിൽ 7 ബോംബുകൾ 11 മിനിറ്റിനുള്ളിൽ പൊട്ടിത്തെറിച്ചു. മാട്ടുംഗ, മാഹിം, ബാന്ദ്ര, ഖാർ, ജോഗേശ്വരി, ഭയാന്ദർ, ബോരിവലി എന്നിവിടങ്ങളിലെ വെസ്റ്റേൺ റെയിൽവേയുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിൽ പ്രഷർ കുക്കറുകളിൽ ഒളിപ്പിച്ച RDS ബോംബുകൾ ഉപയോഗിച്ച് നടത്തിയ സ്ഫോടന പരമ്പരയിൽ 189 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മാത്രവുമല്ല 800-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ ദുരന്തം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ നഗരത്തെ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മയാണ്. രാജ്യത്തെ ഞെട്ടിച്ച ഈ സംഭവത്തിലെ പ്രതികളെയൊക്കെ വെറുതെ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ കോടതി. ഇവരല്ലെങ്കിൽ ഇത്രയും പേരുടെ ജീവനെടുത്ത സ്ഫോടനം നടത്തിയത് ആരായിരിക്കും? സംശയങ്ങൾ അവസാനിക്കുന്നില്ല. മുംബൈ കണ്ട ഏതൊരു വ്യക്തിയും ആ നഗരത്തിന്റെ ഹൃദയസ്പന്ദനം അറിയാൻ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യണം എന്ന് പറയാറുണ്ട്. ദിവസവും ലക്ഷക്കണക്കിന് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് ആ ട്രെയിനിലൂടെയാണ്. ആ ട്രെയിനുകളെ, അതിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരെ മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണം. ലോക്കൽ ട്രെയിനുകൾ മുംബൈയുടെ ജനജീവിതത്തിന്റെ നട്ടെല്ല് തന്നെയാണ്. അത് തകർത്തുകൊണ്ടാണ് ഈ ആക്രമണം നടക്കുന്നത്. യാത്രക്കാർ, പ്രത്യേകിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവർ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. നഷ്ടം സംഭവിച്ചതൊക്കെയും സാധാരണ ജനങ്ങൾക്കാണ്. അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങൾക്ക്. 2006 ജൂലൈ 11 മുംബൈയിലെ സബർബർ ട്രെയിനുകളിൽ നടന്ന 7 സ്ഫോടനങ്ങൾ ഇന്ത്യയുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഘടനയെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു ഭീകരാക്രമണം തന്നെയായിരുന്നു. മുംബൈയുടെ ജീവനാഡിയായ പാശ്ചാത്യ റെയിൽവേ ലൈനിലെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ 11 മിനിറ്റിനുള്ളിൽ നടന്ന ഈ സ്ഫോടനങ്ങൾ 189 പേരുടെ ജീവനെടുക്കുകയും 800-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യിപ്പിച്ചു. സമൂഹത്തിൽ ഈ ആക്രമണം ജനങ്ങളിൽ ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചു. മുംബൈയിലെ തിരക്കേറിയ ട്രെയിൻ യാത്രക്കാർ, പ്രത്യേകിച്ച് ഗുജറാത്തി വ്യാപാരികളും ജോലിക്കാരും ഉൾപ്പെടുന്നവർ ഈ ആക്രമണത്തിന്റെ ഇരകളായി മാറി. സ്ഫോടനങ്ങൾ നടന്ന സ്റ്റേഷനുകളായ മാഹിം, ബാന്ദ്ര, ഖാർ, ജോഗേശ്വരി, ബോരിവലി, മീര റോഡ്, മാട്ടുംഗ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ ദുരന്തം വ്യക്തിപരമായി നഷ്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് സമ്മാനിച്ചത്. എന്നിരുന്നാലും മുംബൈ നിവാസികളുടെ പ്രതിരോധശേഷി ഇവിടെ ശ്രദ്ധേയമായിരുന്നു. പോലീസിന് മുന്നേ സാധാരണക്കാർ രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ തന്നെ നിന്നു. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് എത്തിക്കുകയും ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. ഈ ഐക്യം മുംബൈയുടെ സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന സാമൂഹിക ശക്തിയാണ് വെളിവാക്കിയത്. പക്ഷേ ഭീകരാക്രമണങ്ങളുടെ ആവർത്തനം നഗരത്തിന്റെ ദുർബലതയും വ്യക്തമാക്കി. മതപരമായ ധ്രുവീകരണവും ഈ സംഭവത്തിന്റെ ഫലമായിട്ടുണ്ടായിട്ടുണ്ട്. കാരണം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കർ-ഇ ഗഹ്വാർ എന്ന തീവ്രവാദി സംഘടന ഏറ്റെടുത്തു. ഇത് ലഷ്കർ-ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഘടനയാണ്. ഗുജറാത്ത്, കശ്മീർ പ്രദേശങ്ങളിലെ മുസ്ലിം വിരുദ്ധതയ്ക്ക് പ്രതികാരമായാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് അവർ അവകാശപ്പെട്ടത്. ഇത് മതപരമായ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാനാണ് കാരണമായത്. രാഷ്ട്രീയമായി ഈ ആക്രമണം ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കി. മുംബൈ പോലീസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും പാകിസ്ഥാന്റെ ISI, ലഷ്കർ-ഇ തോയ്ബ, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്നിവയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നു. എന്നാൽ പാകിസ്ഥാൻ ഈ ആരോപണങ്ങളെ എല്ലാം നിഷേധിച്ചു കളഞ്ഞു. 2006 സെപ്റ്റംബറിൽ ഇന്ത്യ പാകിസ്ഥാൻ ജോയിന്റ് ആന്റി ടെറർ മെക്കാനിസത്തിൽ ഒപ്പുവെച്ചെങ്കിലും ഈ സംഭവം ഉഭയകക്ഷി വിശ്വാസത്തിന് കോട്ടം വരുത്തി. ആഭ്യന്തരമായി മഹാരാഷ്ട്ര സർക്കാർ മഖോക UAPA നിയമങ്ങൾ ഉപയോഗിച്ച് 13 പേരെ അറസ്റ്റ് ചെയ്തു. 15 പേർക്കെതിരെ വാറന്റും പുറപ്പെടുവിച്ചു. 2015 12 പേർക്ക് ശിക്ഷ വിധിച്ചുവെങ്കിലും 2025 ബോംബെ ഹൈക്കോടതി എല്ലാ പ്രതികളെയും തെളിവുകളുടെ അഭാവവും നിർബന്ധിത കുറ്റസമ്മത മൊഴികളും ചൂണ്ടിക്കാട്ടി വെറുതെ വിട്ടു. ഈ വിധി സാമൂഹികവും രാഷ്ട്രീയപരവുമായ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഈ വിധിയെ ഞെട്ടിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചത് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇരകളുടെ കുടുംബങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടതിൽ നിരാശ പ്രകടിപ്പിച്ചു. ആരാണ് യഥാർത്ഥ പ്രതികൾ എന്ന ചോദ്യം ഉയർത്തുന്നതായിരുന്നു ആ പ്രതികരണം. ഈ വിധി നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യതയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുകയുമാണ് ചെയ്തത്. സുരക്ഷാ നടപടികൾ കർശനമാക്കി. റെയിൽവേ സ്റ്റേഷനുകളിൽ CCTV, മെറ്റൽ ഡിറ്റക്ടറുകൾ, പ്ലാറ്റ്ഫോമുകളിൽ അനധികൃത പ്രവേശനം തടയൽ എന്നിവ നടപ്പിലാക്കി തുടങ്ങി. എന്നാൽ ഈ ആക്രമണം മുംബൈയുടെ ദൈനംദിന ജീവിതത്തിന്റെ ദുർബലതയാണ് വെളിപ്പെടുത്തിയത്.
2006 ഓഗസ്റ്റിൽ മഹാരാഷ്ട്ര ആന്റി ടെററിസം സ്ക്വാഡ് 13 പേരെ അറസ്റ്റ് ചെയ്തു. അവർ ബോംബുകൾ സ്ഥാപിക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ്. ATSന്റെ അന്വേഷണം പ്രതികൾ നിരോധിത സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ അതായത് സിമിയിലേക്ക് പാകിസ്ഥാനിലെ ലക്ഷറി തോയ്ബ എന്നിവയുമായി ബന്ധപ്പെട്ടവരാണെന്ന് വാദിച്ചു. 2015 മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് പ്രകാരം നടന്ന വിചാരണയിൽ പ്രത്യേക കോടതി 12 പേർക്ക് ശിക്ഷ വിധിച്ചു. കമാൽ അഹമ്മദ്, മുഹമ്മദ് വക്കീൽ അൻസാരി, മുഹമ്മദ് ഫൈസൽ, അത്തൌർ റഹ്മാൻ ഷേഖ്, എഹ്തേഷാം, ഗുദുബുദ്ദീൻ സിദ്ദിഖി, നവീദ് ഹുസൈൻ ഖാൻ, അസീഫ് ഖാൻ എന്നിവർക്ക് മരണശിക്ഷയും ബാക്കി 7 പേർക്ക് ജീവപര്യന്തം തടവുമായിരുന്നു വിധിച്ചത്. എന്നാൽ വഹീദ് ഷെയ്ഖിനെ തെളിവുകളുടെ അഭാവത്തിൽ 2015 വെറുതെ വിട്ടു. എങ്കിലും അദ്ദേഹം അപ്പോഴേക്കും 9 വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു. ബോംബെ ഹൈക്കോടതിയുടെ വിധിയാണ് 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ ആക്രമണത്തെ പിന്നെയും ഓർമ്മപ്പെടുത്തിയത്. 2025 ജൂലൈ 21 ബോംബെ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് അനിൽ കിലോർ, ജസ്റ്റിസ് ശ്യാം സി ചന്ദക് എന്നിവർ അടങ്ങുന്ന ഈ ബെഞ്ച് 12 പ്രതികളെയും വെറുതെ വിട്ടു. 2015 MCOCA കോടതി വിധി റദ്ദാക്കിയ കോടതി പ്രോസിക്യൂഷൻ പ്രതികൾക്കെതിരെ കേസ് തെളിയിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചത്. പ്രോസിക്യൂഷന്റെ തെളിവുകളിൽ ഗുരുതരമായ പിഴവുകൾ, സാക്ഷികളുടെ മൊഴികളുടെ വിശ്വാസ്യതക്കുറവ്, തിരിച്ചറിയൽ പരേഡുകളുടെ നിയമവിരുദ്ധത, കുറ്റസമ്മത മൊഴികൾ പീഡനത്തിലൂടെ നേടിയതാണെന്ന കണ്ടെത്തൽ എന്നിവ കോടതി ചൂണ്ടിക്കാണിച്ചു. RDX ഡിറ്റനേറ്ററുകൾ, പ്രഷർ കുക്കറുകൾ, സർക്യൂട്ട് ബോർഡുകൾ തുടങ്ങിയ തെളിവുകളുടെ സൂക്ഷിപ്പ് ശൃംഖല ശരിയായി പാലിക്കപ്പെട്ടില്ല. MCOCA നിയമപ്രകാരം കുറ്റസമ്മത മൊഴികൾ രേഖപ്പെടുത്തുന്നതിന് മുൻപ് പ്രതികൾക്ക് നിയമസഹായം നൽകിയിരുന്നില്ല. മൊഴികൾ വായിച്ച് കേൾപ്പിക്കുകയോ ഭാഷ സാക്ഷ്യപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. ബാബ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ മെഡിക്കൽ തെളിവുകൾ പ്രതികൾക്ക് പീഡനം ഏറ്റു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. MCOCAയുടെ ഉപയോഗം തന്നെ നിയമവിരുദ്ധമാണെന്നും കോടതി കണ്ടെത്തി. കാരണം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നില്ല ഇതൊക്കെ നടത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ പ്രതികൾ നിരപരാധികളാണെന്നും ഇവർക്കെതിരെ ഉണ്ടാക്കിയ കേസ് കെട്ടിച്ചമച്ചതാണെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. 18 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ പ്രതികളാകട്ടെ തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഉൽപാദനക്ഷമമായ വർഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വാദിച്ചു. വഹീദ് ഷെയ്ഖിനെ പോലുള്ളവർ തെളിവില്ലാതെ 9 വർഷമാണ് ജയിലിൽ കഴിഞ്ഞത്. അവരുടെ കുടുംബങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾ നേരിട്ടു. 2021 COVID-19 മൂലം ജയിലിൽ വെച്ച് മരണശിക്ഷ വിധിക്കപ്പെട്ട കമാൽ അൻസാരി മരിച്ചു. ഇത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയത്. സ്ഫോടനത്തിൽ മകളെ നഷ്ടപ്പെട്ട രമേശ് നായിക്കിനെ പോലുള്ളവർ 19 വർഷത്തെ നീണ്ട വിചാരണയ്ക്ക് ശേഷം യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന ചോദ്യവുമായി നിരാശരായി കോടതി വരാന്തയിൽ നിന്ന് മടങ്ങേണ്ടി വന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ്, ശിവസേനയുടെ MP പ്രിയങ്ക ചതുർവേദി, BJP നേതാവ് കിരിത് സോമയ്യ എന്നിവർ വിധിയെ ഞെട്ടിക്കുന്നതും നിരാശാജനകവുമായി വിശേഷിപ്പിച്ചു. എന്നാൽ പ്രോസിക്യൂട്ടർ രാജ താക്കറെ വിധി ഭാവി വിചാരണകൾക്ക് മാർഗദർശനമാകുമെന്നാണ് അഭിപ്രായപ്പെട്ടത്. മഹാരാഷ്ട്ര സർക്കാർ ATSന്റെ നേതൃത്വത്തിൽ 2025 ജൂലൈ 24 സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ നേതൃത്വത്തിൽ അടിയന്തരവാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2006 മുംബൈ ട്രെയിൻ സ്ഫോടനങ്ങളുടെ വിചാരണയും അതിന്റെ ഫലവും സാധാരണക്കാരന്റെ നീതിന്യായ വ്യവസ്ഥയിലും രാഷ്ട്രീയ സംവിധാനങ്ങളിലുമുള്ള വിശ്വാസത്തിന്റെ തകർച്ചയാണ് പ്രതിഫലിപ്പിക്കുന്നത്. 18 വർഷം നീണ്ട വിചാരണ, തെളിവുകളുടെ അഭാവം, അന്വേഷണത്തിലെ പാളിച്ചകൾ, കുറ്റസമ്മത മൊഴികൾ നേടിയെടുക്കാനുള്ള പീഡന ആരോപണങ്ങൾ എന്നിവ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഘടകങ്ങളാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ വിധി യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നതിന്റെ ഉദാഹരണമാണ്. രമേശ് നായിക്കിനെ പോലെയുള്ളവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട നിരവധി പേർ 19 വർഷത്തിന് ശേഷവും നീതി ലഭിക്കാത്ത നിരാശയിലാണ് കഴിയുന്നത്. നിയമവ്യവസ്ഥയിലെ കാലതാമസം, അന്വേഷണ ഏജൻസികളുടെ അനാസ്ഥ, മാധ്യമ വിചാരണകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവ സാധാരണക്കാരന്റെ നീതിയിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കുകയാണ്. MCOCA പോലുള്ള കർശന നിയമങ്ങൾ ശരിയായ അന്വേഷണത്തിന്റെ അഭാവത്തിൽ നിരപരാധികളെ ശിക്ഷിക്കാനുള്ള ഉപകരണമായി മാറുന്നു. 18 വർഷം ജയിലിൽ കഴിഞ്ഞവർ തങ്ങളുടെ ജീവിതം തിരികെ ലഭിക്കുന്നില്ലെന്ന തിരിച്ചറിവിൽ ദുഃഖിതരാണ്. ഇത്തരം സംഭവങ്ങൾ സാധാരണക്കാരനെ നീതിന്യായ വ്യവസ്ഥയോടും രാഷ്ട്രീയ നേതൃത്വത്തോടും അകലം പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമല്ലാതെ മറ്റെന്താണാവുക? ഈ കേസ് ഭീകരവാദ കേസുകളിലെ അന്വേഷണത്തിന്റെ ഗുണനിലവാരം, തെളിവുകളുടെ വിശ്വാസ്യത, നീതിന്യായ വ്യവസ്ഥയുടെ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ചർച്ചകൾ സാധാരണക്കാരന്റെ ജീവിതത്തിൽ നീതിയുടെ അനിശ്ചിതത്വവും നിരാശയും മാത്രമാണ് സമ്മാനിക്കുന്നത്. IBN ന്യൂസ് ഡെസ്ക് മലയാളം.